ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഒരു സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് പലപ്പോഴും ഈ സീസണിൽ റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ലാലിഗയിൽ ഒരു വലിയ ലീഡ് കൈവശം ഉണ്ടായിരുന്നത് അവർ കൈവിട്ട് കളഞ്ഞിട്ടുണ്ട്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് റയൽ ഉള്ളത്. നേരത്തെ ബാഴ്സലോണയുമായി ഒരു വലിയ അന്തരം അവകാശപ്പെടാൻ റയലിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഫെബ്രുവരിക്ക് ശേഷം പലപ്പോഴും ലാലിഗയിൽ റയൽ മാഡ്രിഡ് പോയിന്റുകൾ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ റയൽ ബെറ്റിസിനോട് അവർ ഒരു തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. അത് ഏവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സ്പാനിഷ് മാധ്യമ പ്രവർത്തകരാണ് ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുള്ളത്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. റയൽ ബെറ്റിസിനോട് പരാജയപ്പെട്ടത് ക്ലബ്ബ് മാനേജ്മെന്റിനെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ചില താരങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഇപ്പോൾ ക്ലബ്ബ് മാനേജ്മെന്റിന് എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിൽ കുറച്ചധികം താരങ്ങൾ റയൽ മാഡ്രിഡിൽ നിന്നും പുറത്തു പോവാനുള്ള ഒരു സാധ്യതകൾ ഉണ്ട്. ലൂക്ക മോഡ്രിച്ചിന്റെ കോൺട്രാക്ട് പുതുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ക്ലബിനകത്ത് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രായം തന്നെയാണ് പ്രശ്നം. അതേസമയം ലുക്കാസ് വാസ്കസിന്റെ ഭാവിയുടെ കാര്യത്തിലും അനിശ്ചിതത്വങ്ങൾ തുടരുകയാണ്. വരുന്ന സമ്മറിൽ ലുക്കാസ് വാസ്കസ് ക്ലബ്ബ് വിട്ടാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ചില മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആർദ ഗുലറിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ മറ്റൊരു ക്ലബ്ബായ ഫ്രാങ്ക്ഫർട്ടിന് താല്പര്യമുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ കൈവിടുമോ എന്നതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. എൻറിക്കിന്റെ ഭാവിയുടെ കാര്യത്തിലും പലവിധ അഭ്യൂഹങ്ങളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും പോയിന്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, വരുന്ന സമ്മറിൽ കാര്യമായ മാറ്റങ്ങൾ ക്ലബിനകത്ത് സംഭവിച്ചേക്കാം. പ്രതിരോധ നിരയിലേക്ക് കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ റയൽ മാഡ്രിഡ് ആഗ്രഹിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ചില താരങ്ങൾ ക്ലബ്ബ് വിടാനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ ഇവിടെ തെളിഞ്ഞു കാണുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.